ഹലോ ഹലോ. മാപ്സ് ആൻഡ് മീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു പിക്നിക് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളൊരു പിക്നിക് ചെയ്യാനായിട്ട് ഒരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ജർമ്മനിയിലെ ഞങ്ങൾ ഇതുവരെ വരാത്തൊരു പുതിയ വില്ലേജാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം പിക്നിക്കിന്റെ സാധനങ്ങളെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ഫുഡൊക്കെ എൻജോയ് ചെയ്യണം. പിന്നെ ഈ വില്ലേജ് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കുറച്ച് കളികളും പാട്ടുകളും ഒക്കെ ഒന്ന് നമുക്കൊന്ന് രസിക്കണം എല്ലാവരുമായിട്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി. നിങ്ങൾ വന്ന ആ വഴികളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പിക്നിക്കിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പോയി ഒന്ന് കണ്ടിട്ട് വന്നേ. അപ്പോൾ നമ്മൾ ജർമ്മനിയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഇന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാം, ഒരു പാലമാണ്, ഒരു ഇരുമ്പ് പാലമാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബിയർ ഗാർഡൻ കാണാം അല്ലേ? ജർമ്മനിയിൽ പിന്നെ എവിടെ ചെന്നാലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിയർ ഗാർഡൻ എന്ന് പറയുന്നത്. ഈ സൈഡിൽ കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ നമുക്ക് കിട്ടാത്തതുമായിട്ടുള്ള ടർഫാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വേണ്ടേ, ഇതുപോലുള്ള ടർഫുകൾ? നമ്മൾ ഈ ഒരു ഇടനാഴി കൂടിയാണ് നടന്നു പോകുന്നത്. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമ്മളൊരു സ്കൂള് കണ്ടു. ഇതിപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു വില്ലേജിനകത്താണ് വന്നേക്കുന്നത്. അപ്പോൾ വില്ലേജിനകത്തായിട്ട് പോലും ആ ഒരു സ്കൂൾ ബിൽഡിങ്ങും അതിന്റെ ഫെസിലിറ്റീസും ഒക്കെ കൊണ്ടോ എന്ത് നന്നായിട്ട് അവർ ചെയ്തു വെച്ചേന്ന് നോക്കി. ഇല്ല, നമുക്ക് ബസ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമമാണെങ്കിൽ പോലും ഇഷ്ടം പോലെ ബസ്സുകളാണ്. അതാ ഓരോ 5-5 മിനിറ്റിലും നമുക്ക് ബസ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ഒരു വിഷയമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. ഉള്ളത് ഈ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടി ഗ്രാമത്തിൻ്റെ ഉൾവശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സൈഡിൽ നമ്മുടെ റിവറാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു റോഡാണ്, ഇതിലേ കൂടിയാണ് നമ്മൾ നടന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഈ ഒരു ഗ്രാമത്തിന് ആവശ്യമായിട്ടുള്ള കറണ്ട് ഉൽപ്പാദനമാണ് ഇവിടെ നടക്കുന്നത്. ആ നേരത്തെ കണ്ട റിവറിലെ വെള്ളം വെച്ചാണ് ഈ ഒരു കറണ്ട് ഉൽപ്പാദനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരിക്കും ഈ ഒരു ഗ്രാമം ഫുള്ള് ഇത് വെച്ച് മാനേജ്ഡ് ആവും. ഇതിനകത്തു നിന്നൊക്കെയാണ് വെള്ളം എടുത്തിട്ട് ഒക്കെയാണ് ഈ ഒരു ഏരിയയിലാണ് ശരിക്കും കറണ്ട് ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, ഒരുപാട് അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പുറം ഭാഗമൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ ചെറിയ അരുവിയൊക്കെ ഉണ്ട്. ഈ അരുവിയിലെ വെള്ളമൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കറണ്ട് ഉൽപ്പാദനമൊക്കെ നടത്തുന്നത്. അപ്പം നടന്നതേ നമ്മൾ വലിയൊരു എന്താ പറയുന്നത്, ഒരു ഗ്രൗണ്ടാണ്. ശരിക്കും ഫുട്ബോൾ കോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫുട്ബോൾ മാത്രമല്ല, ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലവും കൂടി. തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിക്കുക. ഇത് കണ്ടോ, ഈ ഒരു പ്ലേസിൽ അകത്ത് മങ്കി ഐലൻഡ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് മങ്കിയെ പോലെ തൂങ്ങിക്കിടന്നുകൊണ്ട് എക്സർസൈസ് ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പേരിട്ടത് തന്നെ. സ്പെഷ്യൽ ഇന്നത്തെ പിക്നിക്കിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് ആണ്. അപ്പൊ ഞാൻ വളരെ ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് നിങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം പറയാൻ. അപ്പം അതാണ് ഇന്നത്തെ പിക്നിക്കിന്റെ സ്പെഷ്യൽ. പിന്നെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. അതെ, നമ്മൾ എവിടെ പോയാലും നമ്മൾ കൂടെ കൊണ്ടുപോകാനുള്ള സ്ട്രോബെറീസ്, പിന്നെ അതുപോലെ ബ്ലാക്ക്ബെറി ഉണ്ട്, പിന്നെ അതെ നമ്മുടെ ചെറിയ ഓറഞ്ച്, പിന്നെ നമുക്കുള്ളത് ഈ ടൈപ്പ് ബ്രെഡ് ആണ്, ബൊഗറ്റ്. അപ്പൊ ഇത് ബൊഗറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഉണ്ട് അല്ലേ? പിന്നെ ഈ ബൊഗറ്റിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള സാധനമാണ് ഫ്രഷ് ചീസ്, അതുണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ പിക്നിക്കിൽ ഇതൊക്കെ തിന്നെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് മഗ്ഡി ഉണ്ട്, KFC ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാൻ കഴിക്കാം. നമുക്ക് ആദ്യത്തെ ചർച്ച എന്താണെന്നറിയാമോ? അല്ല, ഇലക്ഷൻ ഒന്നും അല്ല. നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. രാഷ്ട്രീയം 4-ാം തീയതി ആവുമ്പോൾ അറിയാലോ ആരായിരിക്കും. അതിനെക്കുറിച്ചല്ല ചർച്ച. ഐസക്ക് എഞ്ചിനീയറിംഗ് അല്ലായിരുന്നോ നാട്ടിൽ ചെയ്തത്? ഇവിടെ വന്നിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് തന്നെയല്ലേ ചെയ്തത്? അതെ, ഞാൻ നാട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇവിടെ വന്നിട്ട് റിന്യൂവബിൾ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, എഞ്ചിനീയറിംഗ് ജോബ്സിന് എന്താണ് ഇവിടുത്തെ ഒരു ചാൻസസ് എന്തൊക്കെയുണ്ട്? ജോലി കിട്ടാൻ എളുപ്പമാണോ അതോ ഭയങ്കര ഡിഫിക്കൽട്ടാണോ? പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ ഇതൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും ചാൻസസ്? പ്രധാനമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് വേണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജർമ്മൻ ലാംഗ്വേജ് എന്തെങ്കിലും വേണോ? അങ്ങനെ എന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യം. എഞ്ചിനീയറിംഗ് ജോലികൾക്ക് ജർമ്മനിയിൽ ഒട്ടും ക്ഷാമമില്ലാത്തൊരു ടൈമാണ് ഇപ്പോൾ. ബേസിക്കലി
എന്നാൽ അതോടൊപ്പം തന്നെ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്ത് ജർമ്മൻ ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ പോസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അല്ലാണ്ട് സോൾലി അല്ലെങ്കിൽ കോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു പോസ്റ്റ് ഇപ്പോൾ ജർമ്മനിയിൽ കാണാൻ വളരെ കുറവായിരിക്കും. അതിന് പകരം നമ്മൾ മാനുഫാക്ചറിങ് എഞ്ചിനീയർ ഉണ്ടാവും, ഡിസൈൻ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, അങ്ങനത്തെ ആയിരിക്കും അതിൻ്റെ പേരുകളൊക്കെ ഭൂരിഭാഗം. അപ്പോൾ നമ്മൾ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു വന്നിട്ട് നമ്മളൊരു ജോലിക്ക് കയറുന്ന പോലെ അല്ല. ഇവിടെ നമ്മളെപ്പോഴും നമ്മുടെ എംപ്ലോയർ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിൽ സെറ്റുകളാണ്. ഒരു ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് എവിടെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും നമുക്കൊരു ജോലി തരേണ്ട ആവശ്യമില്ല അവർക്ക്. കാരണം അവർക്ക് ഒരു എംപ്ലോയബിൾ ആയിട്ടുള്ള ഒരു ആളെയാണ് ഇപ്പോൾ ആവശ്യം. അപ്പം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഇവിടെ പഠിക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്കിൽ സെറ്റുകൾ നമ്മുടെ കോഴ്സിൽ നിന്ന് തന്നെ കിട്ടും. ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കും. നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, എങ്കിൽ പോലും അത് പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ കോളേജിൽ പഠിക്കുന്നത്. അതൊരു ടോപ്പിക് നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകളും എല്ലാം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത്. അപ്പം ജോബ് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലുള്ള ജോബുകളാണ് ഇപ്പോൾ മെയിനായിട്ടും വരുന്നത്. ഈ ഓട്ടോമേഷൻ, മെക്കട്രോണിക്സ്, അതിനൊക്കെ ഒരുപാട് ഓപ്പണിങ്സും ഒരുപാട് ഇൻറ്റേൺഷിപ്പുകളും വർക്കിംഗ് സ്റ്റുഡൻറ്റ് പൊസിഷൻസ് ഒക്കെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ജോലിയിലേക്ക് കയറാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ആൾക്ക് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റുഡൻ്റ് എന്നുള്ള പൊസിഷൻ വഴി ജോബിലേക്ക് കയറാനാണ് കുറച്ചും കൂടി ഈസിലി ആയിട്ടുള്ള പറ്റുന്നത്. അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പം നമ്മുടെ നാട്ടിൽ മെക്കാനിക്കൽ പഠിച്ച ഒരാൾ നാട്ടിൽ നിന്ന് നേരിട്ട്, അതായത് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇല്ലാന്ന് ഇമ്പോസിബിളും അല്ല. സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് മ്യൂണിക്കിലാണെങ്കിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അവർ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ കുറച്ചൊരു നല്ല എക്സ്പീരിയൻസ്, ഒരു 1-2 years എക്സ്പീരിയൻസ് ഉള്ളവരെ അവർ നോക്കും. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് ഒരു പരിധി വരെ ബാരിയർ അല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഈസിയാണ് അവരുടെ സ്റ്റാർട്ടപ്പുകളിൽ കയറാനായിട്ട്. പറഞ്ഞത് ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചായിരുന്നു. അപ്പം നമുക്കിവിടെ വരാം കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി? IT ഫീൽഡിൽ എന്താ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പം? IT ഫീൽഡിനെ പറ്റി, കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇപ്പം AI, മെഷീൻ ലേണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിലുണ്ട്. അപ്പം ഈ പറയും പോലെ IT ഫീൽഡുകാർക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല. അതായത് ഇപ്പം മാനേജ്മെന്റ് സൈഡിലുള്ള ജോബ് ഉണ്ട്. ഇപ്പം IT മാനേജ്മെന്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. പക്ഷെ അല്ലാതെ നമ്മൾ പ്രോഗ്രാമിങ്, ഡാറ്റ സയൻസ്, AI, മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലാംഗ്വേജ് വേണ്ട. അതായത് ഇംഗ്ലീഷ് മാത്രം മതി. കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ ജർമ്മൻ കമ്പനി തന്നെ ഇന്ത്യയിൽ നിന്ന് ആളുകൾ അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ പറയും പോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് മാത്രം ആരും ഇവരെ എടുക്കത്തില്ല. കാരണം നമ്മുടെ ഈ ഐസക്ക് പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കലിന്റെ കാര്യം പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസും ഞാൻ ഇന്ത്യയിൽ പഠിച്ചതായതുകൊണ്ട് എനിക്കറിയാം സ്കില്ല് വേണം. അതാണല്ലോ ഫൈനലി നമ്മൾ പറയുന്നത്. നമ്മുടെ കോളേജിൽ എന്താ ചെയ്യുന്നത്, ഈവൻ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പോലും കുറേ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കും, കുറേ തിയറീസ് പഠിപ്പിക്കും. പക്ഷെ അതിന് തക്കവണ്ണം ഒരു പ്രാക്ടിക്കലോ അങ്ങനെയുള്ള ഒരു പ്രൊഫസർമാരൊന്നും ഇല്ല. പിന്നെ ഇല്ലെന്നല്ല, IIT പോലെ അങ്ങനെയുള്ള ക്യാമ്പസുകളിലേ ഉള്ളൂ. ഞാനിപ്പം ഡാറ്റ സയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഡാറ്റ സയൻസിലൊക്കെ AI നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നേരത്തെ ഐസക്കിനോട് ചോദിച്ച പോലെ തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചാൻസസ്, പ്രോബബിലിറ്റി എന്തായിരിക്കും ഇവിടെ ജോലി കിട്ടാൻ? അതായത് കമ്പയർ ടു, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിനെ കമ്പയർ ചെയ്യുമ്പോൾ IT-കാർക്ക് ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു 5 years ഒക്കെ എക്സ്പീരിയൻസ് ഈ പറയും പോലെ സ്പെസിഫിക് ഏരിയാസിൽ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, AI, മെഷീൻ ലേണിംഗിലൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് കിട്ടാൻ. അതുതന്നെ ജർമ്മൻ ലാംഗ്വേജ് വേണ്ട. അതൊരു IT-യെ സംബന്ധിച്ച്, IT ഫീൽഡിനെ സംബന്ധിച്ച് പിന്നെ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു A2 ലെവൽ അല്ലെങ്കിൽ B1 ലെവൽ ജർമ്മൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് കിട്ടി ഇന്റർവ്യൂവിന്റെ സമയത്ത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് ജർമ്മനിയിൽ കിട്ടുന്ന ആവറേജ് സാലറി എന്തായിരിക്കും? നമുക്ക് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആ ഒരു എന്നാൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ മതി, INR പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എഞ്ചിനീയറിംഗ് പൊസിഷനിലൊക്കെ ഉള്ള ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിന് ഒരു 45 to 60 lakh per year
റേഞ്ച് 45 to 60 അതാണ് 45 സ്റ്റാർട്ടിംഗ് റേഞ്ച് സാധാരണ ഒരു ഇത് വരുന്നത്. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒബ്വിയസ്ലി 55 സ്റ്റാർട്ട് ചെയ്യും. 55 to അത് പക്ഷെ ബാച്ചിലർ പഠിച്ചിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്തായാലും ഒരു 50 റേഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒബ്വിയസ്ലി 55 അബോവ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഐ ടിയിൽ എന്തായിരിക്കും സാധ്യത? ഐടിയില് ഇപ്പം ഐ ടിയിൽ ഡേറ്റ സയൻസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ അതെ ഡേറ്റ സയൻസിന്റെ ആ ഒരു സാലറി റേഞ്ച് എക്സാക്ട്ലി പറയേണ്ട, ആ ഒരു റേഞ്ച് എങ്ങനെയായിരിക്കും? അത്യാവശ്യം ആൾക്കാർക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. അപ്പം ഒരു ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അപ്പം ഈ ഇപ്പോഴത്തെ ഐടിയുടെ ഫീൽഡ് ഉണ്ടല്ലോ ലേറ്റസ്റ്റ്, അപ്പം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു 3 to 5 years നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ജർമ്മൻ ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 65,000-ലാണ്. 65,000 to Per annum 80,000 അല്ലേ? പെർ ആനം. 65,000 യൂറോസ് അല്ലേ? അപ്പൊ ഏതാണ്ട് 60-62 ലക്ഷം രൂപ പെർ ഇയർ. പെർ ഇയർ കിട്ടും. അത് ഞാൻ ഈ പറഞ്ഞ ഒരു 5 years എക്സ്പീരിയൻസ്, 3 to 5 years എക്സ്പീരിയൻസ്. പിന്നെ ഇതിൽ നമ്മൾ പറയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മൾ മ്യൂണിക്കിലെ റേഞ്ച് പറഞ്ഞത് സാലറി മ്യൂണിക്കിലെ സാലറി സ്കെയിലാണ് പറഞ്ഞത്. ഇവിടെ കുറച്ചും കൂടെ സാലറി കൂടുതലാണ് ബാക്കിയുള്ള സിറ്റിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എക്സ്പെൻസും കൂടുതലാണ്. നമുക്ക് എക്സ്പെൻസീവ് സിറ്റി ആണല്ലോ. എക്സ്പെൻസീവ് സിറ്റിയാ. നമുക്ക് റെന്റ് കൂടുതലാ. പിന്നെ എല്ലാത്തിനും ഫുഡ് ഐറ്റംസ് എല്ലാത്തിനും റേറ്റ് കൂടുതൽ. അപ്പൊ നമുക്കിവിടെ സാലറിയും പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് കോഴ്സ് കൂടുതലാണ്. അപ്പം അതിന്റെ പക്ഷെ സാലറി ഇത്ര ആയിരിക്കും. അതായത് മന്ത്ലി നമുക്ക് ഗ്രോസ്, അതായത് ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 6 lakh നമ്മുടെ ഇത് കിട്ടും. അതായത് പക്ഷെ പിന്നെ അതിനകത്ത് ടാക്സ് പോകും, കുറച്ച് ടാക്സ് പോകും. 40%, 38 to 40% ടാക്സ് എടുക്കും അല്ലേ? ബട്ട് ടാക്സ് പോയാലും അത് നമുക്ക് പെൻഷൻ പ്ലാൻ ആയിട്ട് തിരിച്ചു കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റിക്ക് നമ്മൾ കൊടുക്കുമെങ്കിൽ അത്രയും പോകും. ലൈഫ് സെക്യൂർഡ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരിക്കും ജർമ്മനിയിലെ? എനിക്ക് ജർമ്മനിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ജർമ്മനിയിൽ വന്നിറങ്ങിയപ്പോ ഇവിടുത്തെ ഈ ഒരു എയർ ഇല്ലേ, നല്ല അടിപൊളി, നല്ല ഓക്സിജൻ, ഇത്രയും നല്ല എന്താ പറയുന്നത്, ക്ലീൻ ആൻഡ് ക്ലിയർ ഫ്രഷ് എയർ ഈ ലോകത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞത് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജർമ്മനിയിൽ. അതായത് ഇവിടുത്തെ വൃത്തി, പച്ചപ്പും ഹരിതാപമാണ് ഉദ്ദേശിച്ചത്. നല്ല ഓക്സിജൻ, നല്ല ഫ്രഷ് എയർ, എവിടെ പോയാലും വൃത്തി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്രയും നേരം നല്ല ഹോട്ട് ചർച്ചയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും പല ഇൻഫർമേഷനും ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും കഴിക്കണം, വിശന്നിട്ട് വയ്യ, അതുപോലെ നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കഴിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കഴിച്ചു തീർക്കും. ആണോ? അപ്പൊ ഗൈസ് നമുക്ക് ഇതെല്ലാം ഇത് കഴിച്ചിട്ട് ഇനി കാണാം. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ഈ ഒരു പിക്നിക് വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വില്ലേജിൽ നിന്ന് ഞങ്ങളിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാപ്സ് മീൽസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കുക. വീണ്ടും ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ.